പിണറായി വിജയനാണ് എന്ന് CPM പറയുന്നുണ്ടോ? യെസ്, അത് മാത്രമല്ല, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. തൊട്ടു മുമ്പ് ഇവർ രണ്ടുപേരും സമയമെടുത്തുകൊണ്ട് അത്ഭുതമില്ല, സ്വാഭാവികത എന്ന വണ്ണം കൂട്ടുകക്ഷികൾ എന്നതുപോലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തെയാണ്. പ്രത്യേകിച്ച് അതിന്റെ മുഖമായി കേരളത്തിൽ പരിലസിക്കുന്ന CPIM-നെയാണ്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിലേക്ക് വരാം. പക്ഷെ തൊട്ടു മുമ്പ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിചാരണയ്ക്ക് വിധേയനാകേണ്ടയാൾ BJP-യുടെ പ്രതിനിധിയാണ്. ED എന്ന സംഘത്തെ തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ട അടിമകളായി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ഇപ്പോൾ പങ്കെടുക്കുന്ന ചർച്ചയിലെ മാധ്യമമുഖമായി നിൽക്കുന്ന BJP-യുടെ പ്രതിനിധിയാണ് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടേണ്ടത്. അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്യാദി ഏജൻസികൾ അഴിമതി വിരുദ്ധ അന്വേഷണാത്മക ഏജൻസികളായി രൂപീകരിക്കപ്പെട്ടതിന്റെ ചരിത്രഘട്ടങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പാകെ ക്ലാസ് എടുക്കുകയാണ്. ചരിത്രത്തിലെ നാൾവഴികൾ 1950, 57, 58 അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് PMLA, ED ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നമ്മളുടെ കേസ് എന്താണ്? ഇതിന്റെ ഒന്നും ഉദ്ദേശശുദ്ധിയെ നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രൂപീകരിക്കപ്പെട്ടതോ, CBI രൂപീകരിക്കപ്പെട്ടതോ, IT രൂപീകരിക്കപ്പെട്ടതോ, ദേശീയ അന്വേഷണ ഏജൻസി രൂപീകരിക്കപ്പെട്ടതോ, ഇതിന്റെ ഒന്നും ഉദ്ദേശശുദ്ധിയെ, രൂപീകരണത്തിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴെന്താണ് വന്നു നിൽക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന RSSന്റെ ശാഖയിൽ പോയി പണിയെടുക്കുന്ന ഗുണ്ടകളായിട്ടുള്ള മൂന്നാംകിട ആളുകളുടെ സ്വഭാവത്തിലേക്ക് ഇന്ത്യയിലെ ED-യും IT-യും CBI-യും NIA-യും മാറിയിരിക്കുന്നു. അതാണ് എൻ്റെ കേസ്. അതാണ് ഡൽഹി മുതൽ കേരളം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തമിഴ്നാട്ടിലും ഡൽഹിയിലും മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ അണിനിരക്കുന്ന നേതൃത്വത്തിനെതിരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യൻ അദ്ദേഹം വെല്ലോ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചോ? ED-യുടെ സമീപകാല ഇടപെടലുകളെ സംബന്ധിച്ച് ED റെയ്ഡ് നടത്തി ഗുണ്ടാപ്പടയായോ എന്ന എൻ്റെ വാദത്തെ ഒരു ചോദ്യമാക്കി. അങ്ങനെ ഉണ്ടോ എന്ന് ആങ്കർ ചോദിച്ചു. എന്തുകൊണ്ടാണ് ഗുണ്ടാപ്പടയായി എന്ന് പറയേണ്ട വന്നത്? അത് ആലങ്കാരികമായി ഞങ്ങളുടെ പ്രയോഗമല്ല. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ, അനുഭവങ്ങളിൽ അർത്ഥസമ്പൂർണമായി ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞതാണ്. അങ്ങ് കണ്ടില്ലേ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത മദ്യനയത്തെ സംബന്ധിച്ചുള്ള കേസ്? ആ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിയേർക്കപ്പെട്ട, ഏറ്റവും സുപ്രധാന പ്രതിയായി അലങ്കരിക്കപ്പെട്ട ആളാരായിരുന്നു? ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ കോടതിയിൽ വിധിയെ തുടർന്ന് റിമാൻഡിൽ കഴിയേണ്ട വന്ന ആളാരായിരുന്നു? അരബിന്ദോ ഫാർമസി. പ്രേക്ഷകർ ഓർമ്മിക്കണം, നിങ്ങൾ മറക്കാൻ പാടില്ല. ഞങ്ങൾ അഴിമതിക്കാരല്ല എന്നാണ് നമ്മുടെ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി നാഴികയ്ക്ക് 40 വട്ടവും പറയാറുള്ളത്. എന്താണ്? അരബിന്ദോ ഫാർമസിയുടെ ശരത്ചന്ദ്ര റെഡ്ഡി 2021 ഏപ്രിൽ മാസം മുതൽ 2023 നവംബർ 8 വരെ എത്ര കോടിയാ BJP-ക്ക് കൊടുത്തത്? 34.5 കോടി രൂപ BJP-ക്ക് കൊടുത്തു ഇലക്ട്രൽ ബോണ്ടായിട്ട്. നവംബർ മാസം 10-ാം തീയതി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. നവംബർ മാസം 15-ാം തീയതി 1 കോടി രൂപ വിലയുള്ള 5 ബോണ്ടുകൾ BJP-ക്ക് സംഭാവന ചെയ്യുന്നു. നവംബർ 15-ന് ശേഷം എന്തായി? അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട അരബിന്ദോ ഫാർമസിയുടെ കോടാനുകോടി രൂപയുടെ കാട്ടുകള്ളൻ 5 കോടി രൂപ BJP-ക്ക് സംഭാവന ചെയ്തതോടുകൂടെ മാപ്പ് സാക്ഷിയായി മാറുന്നു. പിന്നെ 25 കോടി കൂടെ BJP-ക്ക്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തീൻമേശയിൽ നിന്ന് എല്ലും കഷ്ടം വലിച്ച് താഴേക്കെറിയുന്നത് പോലെ ഒരു 25 കോടി കൂടെ BJP-ക്കാർക്ക് കൊടുക്കുന്നു. ആ എല്ലും കഷ്ടം വാങ്ങി ഇന്ത്യ മുതൽ കേരളം വരെയുള്ള നമ്മുടെ സഹപാനലിസ്റ്റിന്റെ സഹയാത്രിക സംഘം BJP-ക്കാർ ചോറും കറിയും വാങ്ങി തിന്നുന്നത് പോലെ ഭക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? ജയിലിൽ കിടന്ന സുപ്രധാന പ്രതി മാപ്പ് സാക്ഷിയാകുന്നു. 5 കോടി കിട്ടിയപ്പോൾ മാപ്പ് സാക്ഷിയായി, 25 കോടി കിട്ടിയപ്പോൾ കേസിൽ പ്രതിയെ അല്ലാതായി. ഇതിന്റെ പേരാണ് എന്ത് ചെയ്യുന്നത്? ED ഉപയോഗിച്ച് ഗുണ്ടാപ്പണി നടത്തി നാട്ടിൽ ഹഫ്ത വിരിക്കുന്നത് പോലെ പേടിപ്പിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങി, എന്നിട്ട് പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ വരെ കാശ് കാത്ത് കെട്ടിക്കിടക്കുന്ന കോൺഗ്രസിലെ ഒരു സംഘത്തെ നിങ്ങൾ വിലക്കെടുക്കുന്നു. ഇവിടെയാണ് ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കേണ്ടതായി വരുന്നത്. അരബിന്ദോ ഫാർമസി മാത്രമാണോ? ഒറ്റ ഉദാഹരണത്തോടെ പറഞ്ഞ് ഞാൻ സംഘപരിവാര പ്രതിനിധിയോടുള്ള എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. സിൽക്കിയാര തുറമുഖം ആങ്കർക്ക് ഓർമ്മയുണ്ടാവില്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ അത് തകർന്നടിഞ്ഞ് വീണത്? അതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരുന്നത് ആരായിരുന്നു? നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എങ്ങനെയാണ് നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എത്ര കോടിയാ BJP-ക്ക് കൊടുത്തെന്നറിയുമോ? 55 കോടി രൂപ. അതായത് സമീപത്ത് തുരങ്കം തകർന്ന് നൂറുകണക്കിന് ആളുകൾക്ക് ജീവഹാനിയോളം അസാധാരണമായ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ട വന്ന സിൽക്കിയാര തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 55 കോടി കൊടുത്തു. കാരണം 6 മാസക്കാലം ED റെയ്ഡ് നടത്തിയോ?
ഇലക്ട്രൽ ബോണ്ട് BJP-യുടെ ഓഫീസിൽ കിട്ടും. റെയ്ഡ് നടത്തിയോ പ്രതിയാക്കിയോ ഇലക്ട്രൽ ബോണ്ട് BJP-യുടെ ഓഫീസിൽ കിട്ടും. ഇതിന്റെ പേര് ഗുണ്ടാപ്പണി എന്നല്ല, അതിനേക്കാൾ തരംതാണ വല്ലതും ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. എന്നിട്ട് ആ കോർപ്പറേറ്റ് കള്ളന്മാരുടെ പണം വാങ്ങി തിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും BJP. ഇതിന്റെ പങ്ക് പറ്റിയിട്ടില്ലേ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ്? ചെറിയ തുകയല്ലല്ലോ. 8,251 കോടി രൂപ BJP പറ്റിയപ്പോൾ 1,952 കോടി രൂപ ഈ കള്ളന്മാരിൽ നിന്നും വാങ്ങിയ ആളാണ് തൊട്ട് മുമ്പ് എന്നെ ഇരുത്തി ധാർമ്മികതയെ സംബന്ധിച്ച് ക്ലാസ് എടുത്ത നമ്മുടെ കോൺഗ്രസ് കോടി രൂപ. ചോദ്യം തന്നെയാണ്. PV എന്നത് പിണറായി വിജയനാണെന്ന് ഇപ്പോൾ പാർട്ടി പറയുന്നുണ്ടോ? ഞാനത് പോയിട്ടില്ല, അങ്ങ് പറയൂ. തീർച്ചയായിട്ടും ഞാനതിലേക്ക് വരുവാണ്. ആരാ ഇതിനെതിരെ കേസ് കൊടുത്തത്? ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, അത് CPIM മാത്രമാണ്. ആ പാർട്ടിയുടെ ഇന്ത്യയിലെ മുഖമായിട്ടുള്ള പിണറായി വിജയൻ ഈ കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മറ്റു വാചകങ്ങൾ കൂടെ മറുപടി പറയാൻ അങ്ങനെ എനിക്ക് അവസരം നൽകണം. എത്രയോ തവണ ചർച്ച ചെയ്തതാണ്. പുറത്താക്കപ്പെട്ട ഡയറി കുറിപ്പിലെ പേരുകളിൽ PV മാത്രമായിരുന്നില്ലല്ലോ, OC ഉണ്ടായിരുന്നില്ലേ, RC ഉണ്ടായിരുന്നില്ലേ, KK ഉണ്ടായിരുന്നില്ലേ, IK ഉണ്ടായിരുന്നില്ലേ, എന്നിട്ടായിരുന്നില്ലേ PV ഉണ്ടായിരുന്നത്? 20,000 രൂപയ്ക്ക് മേലുള്ള ഏതിടപാടും ബാങ്ക് അക്കൗണ്ട് വഴി നടത്തണമെന്നായിരുന്നില്ലേ? 20,000 രൂപയ്ക്ക് മേൽ എത്ര ലക്ഷങ്ങൾ നിങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രമേശ് ചെന്നിത്തല വാങ്ങിയെന്ന് സംബന്ധിച്ചു. നിങ്ങളുടെ UDF-ന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി വാങ്ങിയെന്ന് സംബന്ധിച്ചു. ഇബ്രാഹിം കുഞ്ഞ് വാങ്ങിയെന്ന് സംബന്ധിച്ചു. PV പിണറായി വിജയൻ അല്ല എന്നുള്ളത് പുറത്ത് പൊതുയോഗത്തിലല്ല പറഞ്ഞത്. കേരളത്തിലെ നിയമസഭാ രേഖകളിൽ ഇടം പിടിക്കുന്നത് പോലെ ചരിത്ര രേഖകളിൽ ഇടം പിടിക്കുമാർ പ്രസക്തമായ പ്രസ്താവന നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങളല്ല, പിണറായി വിജയനല്ല ആ PV എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ഒരു അന്തസ് ഉണ്ടാകാതിരുന്നത്? നിങ്ങൾക്ക് അത്ര ഒരു തന്റെ ഇടം ഉണ്ടാകാതിരുന്നത്? ഒറ്റ കാര്യം കൂടെ, അങ്ങ് രണ്ടാളുകൾക്കും എന്നെ ആക്രമിക്കാൻ ദീർഘമായ സമയം അദ്ദേഹം അങ്ങേയൊന്നും